ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി തീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ 1000 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 1001ാമത്തെ എപ്പിസോഡാണ്. അതൊരു എന്തെന്നില്ലാത്ത ആനന്ദത്തിന് കാരണമാണ്. സെഞ്ചുറി അടിക്കുകയല്ല, 10 സെഞ്ചുറി അല്ലേ, 10 സെഞ്ചുറി അടിച്ചപ്പോൾ നമ്മൾ. ഭാഗവത ജ്ഞാനഗംഗ അങ്ങനെ 1001ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊത്തം യൂട്യൂബിലുള്ള വീഡിയോകൾ 3500-ലധികമായി. അത് യൂട്യൂബിൽ അങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കാറില്ല. ഇത്രയും വീഡിയോസ് അല്ലേ യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് അന്വേഷിച്ച് പറയൂ. 3500 ചില്ലാനം വീഡിയോസാണ്. മറ്റെല്ലാ കൃതികളൊക്കെ കൂടിയിട്ട് ശങ്കരാചാര്യ കൃതികൾ, സപ്താഹങ്ങളുടെ വീഡിയോകളും ഉണ്ടാവും അതിൽ. അതുപോലെ ഭഗവത്ഗീതയോ രാമായണമോ മറ്റ് പല കൃതികളും നമ്മൾ കൈകാര്യം ചെയ്തു. എല്ലാം കൂടിയിട്ട് ഇത്രയും അധികം വീഡിയോസ് യൂട്യൂബിലുണ്ട്. യൂട്യൂബുകാർ വല്ല അവാർഡും തരുന്നുണ്ടെങ്കിൽ നമുക്ക് തരേണ്ടതാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നത് നമ്മുടെ ശ്രീവള്ളി ടീച്ചർക്കാണ്. നമ്മൾ അന്നന്നാൾ ചെയ്യുന്ന ക്ലാസ്സുകൾ അന്നന്നാൾ യൂട്യൂബാക്കി അതിനെ ഡൗൺലോഡ് ചെയ്ത് മാറ്റുന്നത് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാറേ ഇല്ല. അവരവരുടെ തിരക്കിൻ്റെ ഇടയിലും സമയം കണ്ടെത്തുന്നു. അപ്പോൾ അതിനും നമ്മൾ എന്താ പറയുക, കൃതജ്ഞത അറിയിക്കുന്നു സന്തോഷപൂർവ്വം. ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ 1000 തികച്ചത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും മുടങ്ങാതെ കാത്തിരുന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ വിജയത്തിൻ്റെ മുഖ്യമായിട്ടുള്ള അംശം. അങ്ങനെ ഭാഗവത ജ്ഞാനഗംഗ 1001ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇനിയും എന്താ പറയുക, അനേക എപ്പിസോഡുകൾ വേണ്ടി വരും. ദശമസ്കന്ധം മുക്കാലയായിട്ടുള്ളൂ. ഇപ്പോൾ ഇനിയുമുണ്ട്. ഏകാദശ സ്കന്ധം കുറച്ച് 31 അധ്യായങ്ങളെ ഉള്ളൂവെങ്കിലും അത് കുറച്ച് കട്ടിയായിട്ടുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ പോവുകയില്ല. ഈ ഒരു
കഥ പറയും പോലെയല്ല ഏകാദശ സ്കന്ധത്തിലെ ഉപദേശങ്ങൾ. അപ്പോൾ അത് കുറച്ച് കൂടുതൽ എപ്പിസോഡുകൾ എടുക്കും. അത് കഴിഞ്ഞ് ദ്വാദശ സ്കന്ധത്തിലും ഒരു 12 അധ്യായങ്ങൾ, 13ാമതായിട്ടുള്ള സമർപ്പണവും. ഇപ്പോൾ ഒരു 500-600 എപ്പിസോഡ് കൂടി ഉണ്ടാവാം. കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല, അതൊക്കെ ഭഗവാൻ തീരുമാനിക്കും. അപ്പോൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരെയും ഭാഗവതവും ഭഗവാനും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ. എല്ലാ ക്ഷേമവും ഉണ്ടാകട്ടെ. അതുപോലെ എല്ലാവർക്കും ആത്മജ്ഞാനത്തിലുള്ള താല്പര്യം വർദ്ധിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട്, ശാസ്ത്രങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ആ ഒരു ആത്മജ്ഞാനം നേടാനും സാധിക്കട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. നമ്മുടെ മീറ്റിങ്ങുകളുടെ തിരക്കുകളായിരുന്നു. ഇന്നും വൈകുന്നേരം 2:30 മുതൽ 6:15 വരെ നീണ്ട ഒരു മാരത്തോൺ മീറ്റിങ്ങുകളായിരുന്നു. രാവിലെയും ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ പ്രധാനികൾ മാത്രം, കോർ കമ്മിറ്റി. അപ്പം ഇങ്ങനെ സമയം എത്രയുണ്ടെങ്കിലും പോരാ. നമ്മുടെ 1001ാമത്തെ എപ്പിസോഡ് ഇന്ന് എന്തായാലും തുടങ്ങണം എന്ന് വിചാരിച്ചാണ്. വൈകിട്ടാണെങ്കിലും ഇതാ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് പ്രവേശിക്കാം. 68ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലരാമസ്വാമിയുടെ ഹസ്തിനപുര വിജയം പകുതിയോളം കഴിഞ്ഞു. ഇനി ബാക്കിയുണ്ട്. വേഗം വായിക്കാം, എന്നിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ദുര്യോധനസുതാം രാജൻ ലക്ഷ്മണാം സമിതിഞ്ജയഃ സ്വയംവരസ്താം അഹരത് സാംബോജാംബവതീ സുതഃ. കൗരവാകുപിതാവൂചുർദുർവിനീതോയമർഭകഃ കദർത്ഥീകൃത്യ നഃ കന്യാം അകാമാം അഹരദ്ബലാദ്. ബധ്നീതേമം ദുർവിനീതം കിം കരിഷ്യന്തി വൃഷ്ണയഃ യസ്മത്പ്രസാദോപചിതാം ദത്താം നോ ഭുഞ്ചത്തെ മഹീം. നിഗൃഹീതം സുതം ശ്രുത്വാ യദി ഏഷ്യന്തീഹ വൃഷ്ണയഃ ഭഗ്നദർപ്പാ സമം യാന്തി പ്രാണാ ഇവ സുസംയതാഃ. ഇതി കർണ്ണശലോ ഭൂരിഃ യജ്ഞകേതുഃ സുയോധനഃ സാംബമാരേഭിരേ ബദ്ധും കുരുവൃദ്ധാനുമോദിതാഃ. ദൃഷ്ട്വാനുധാവതഃ സാംബോ ധാർത്തരാഷ്ട്രാൻ മഹാരഥഃ പ്രഗൃഹ്യ രുചിരം ചാപം തസ്ഥൗ സിംഹ ഇവൈകലഃ. തം തേ ജിഗൃക്ഷവ ക്രുദ്ധാഃ തിഷ്ഠതിഷ്ഠേതി ഭാഷിണഃ ആസാദ്യ ധന്വിനോ ബാണൈഃ കർണാഗ്രണ്യഃ സമാഗിരൻ. സോപവിദ്ദത് കുരു ശ്രേഷ്ഠ കുരുഭിര്യതു നന്ദനഃ നാമൃഷ്യത്തത് അചിന്യാർഭഃ സിംഹക്ഷുദ്രമൃഗൈരിവ. വിസ്ഫൂർജ്യ രുചിരം ചാപം സർവാൻ വിവ്യാത സായകൈഃ കർണാദീൻ ഷഡ്യതാൻ വീരാൻ താവദ്ഭിർയുഗപത് പൃഥക്. ചതുർഭിശ്ചതുരോ വാഹാൻ ഏകൈകേന ച സാരഥീൻ രഥിനശ്ച മഹേശ്വാസാൻ തസ്യ തത്തേ അഭ്യപൂജയൻ.
തം തു തേ വിരധം ചക്രുഃ ചത്വാരശ്ചതുരോഹയാൻ ഏകസ്തു സാരഥിം ജഗ്നേ ചിച്ഛേദാന്യശരാസനം തം ബദ്ധ്വാ വിരദീകൃത്യ കൃച്ഛ്രേണ കുരവോ യുധി കുമാരം സ്വസ്യ കന്യാം ച സ്വപുരം ജയിനോ അവിശൻ തത്ശ്രുത്വാ നാരദോക്തേന രാജൻ സഞ്ജാതമന്യവഃ കുരൂൻ പ്രതി ഉദ്യമം ചക്രുഃ ഉഗ്രസേന പ്രചോദിതാഃ സാന്ത്വയിത്വാ തു താൻ രാമഃ സന്നദ്ധാൻ വൃഷ്ണിപുംഗവാൻ നൈച്ഛത്കുരൂണാം വൃഷ്ണീനാം കലിം കലിമലാഭഃ ജഗാമഹാസ്തിനപുരം രഥേനാദിത്യവർച്ചസാ ബ്രാഹ്മണൈകുലവൃദ്ധൈശ്ച വൃതശ്ചന്ദ്രൈവ ഗ്രഹൈഃ ഗത്വാ ഗജാഹ്വയം രാമോ ബാഹ്യോ ഭവനമാസ്ഥിതഃ ഉദ്ധവം പ്രേഷയാമാസ ധൃതരാഷ്ട്രം ബുഭുത്സയാ സോപി വന്ദ്യാംബികാപുത്രം ഭീഷ്മം ദ്രോണം ച ബാൽഹികം ദുര്യോധനം ച വിധിവത രാമമാഗതമബ്രവീത് തേതി പ്രീതാസ്തമാകർണ്യ പ്രാപ്തം രാമം സുഹൃത്തമം തമർച്ചയിത്വാഭിയയുഃ സർവേ മംഗളപാണയഃ തം സംഗമ്യ യഥാന്യായം ഗാമർഘ്യം ചന്യവേദയൻ തേഷാം യേ തത്പ്രഭാവജ്ഞാഃ പ്രണേമുശിരസാബലം ബന്ധൂൻ കുശലിനഃ ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമധോ രാമോ ബഭാഷേ അവിക്ലവം വചഃ ഉഗ്രസേനക്ഷിതീശേഷോ യദ്വ ആജ്ഞാപയത് പ്രഭുഃ തദവ്യഗ്രധിയഃ ശ്രുത്വാ കുരുദ്വം മാ വിളംബിതം യദ്യൂയം ബഹവസ്ത്വേകം ജിത്വാ ധർമ്മേണ ധാർമ്മികം അബധ്നീതാദതന്മൃഷ്യേ ബന്ധൂനാമൈക്യകാമ്യയാ വീര്യശൗര്യബലോന്നദ്ധം ആത്മശക്തിസമം വചഃ കുരവോ ബലദേവസ്യ നിശമ്യോജുഃ പ്രകോപിതാഃ അഹോ മഹച്ഛിത്രമിദം കാലഗത്യാ ദുരത്യയാ ആരുരുക്ഷത്യുപാനദ്വൈ ശിരോ മുകുടസേവിതം ഏതേ യൗനേന സംബദ്ധാഃ സഹശയ്യാസനാസനാഃ വൃഷ്ണയസ്തുല്യതാം നീതാ അസ്മദ്ദത്തനൃപാസനാഃ ചാമരവ്യജനേ ശംഖം ആദപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യാം ഭുഞ്ജന്ത്യസ്മദുപേക്ഷയാ അലം യദൂനാം നരദേവലാഞ്ജനൈഃ ദാതുഃ പ്രദീപൈർഭണിനാമിവാമൃതം യേസ്മത്പ്രസാദോപചിതാ हि യാദവാ ആജ്ഞാപയന്ത്യദ്യഗതത്ര പാപദം കഥമിന്ദ്രോപി കുരുഭിഃ ഭീഷ്മദ്രോണാർജുനാദിഭിः അദത്തം അവരുന്ധീത സിംഹഗ്രസ്തമിവോരണഃ. ശ്രീശുക ഉവാച ജന്മബന്ധുശ്രിയോന്നദ്ദമദാസ്തേ ഭരതർഷഭ ആശ്രാവ്യ രാമം ദുർവാച്യം അസഭ്യാപുരമാവിശൻ ദൃഷ്ട്വാ കുരൂണാം ദൗശീല്യം ശ്രുത്വാ വാച്യാനി ചാച്യുതഃ അവോചത്കോപസംരബ്ധോ ദുഷ്പ്രേക്ഷ്യ പ്രഹസൻ മുഹുഃ നൂനം നാനാമതോന്നദ്ദാഃ ശാന്തിം നേച്ഛന്ത്യസാധവഃ തേഷാം ഹി പ്രശമോ ദണ്ഡഃ പശൂനാം ലകുടോ യദാ അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈഃ സാന്ത്വയിത്വാഹമേതേഷാം ശമമിച്ഛന്നിഹാഗതഃ തൈമേ മന്ദമതയഃ കലഹാഭിരതാഖലാഃ തം മാമവജ്ഞായ മുഹുഃ ദുർഭാഷാൻ മാനിനോ ബ്രുവൻ നോഗ്രസേന കില വിഭുഃ ഭോജവൃഷ്ണ്യന്തകേശ്വരഃ ശക്രാദയോ ലോകപാലാ യസ്യാദേശാനുവർത്തിനഃ സുധർമാക്രമ്യത്തെ യേന പാരിജാതോമരാംഗ്രിഭഃ ആനീയ ഭുജ്യത്തെ സോസൗ ന കിലാദ്യാസനാർഹണഃ യസ്യ പാദയുഗം സാക്ഷാത് ശ്രീരൂപാസ്തയഖിലേശ്വരി സനാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ യസ്യാംഗ്രിപങ്കജരജോ കില ലോകപാലൈഃ മൗല്യുത്തമൈർധൃതമുപാസിത തീർത്ഥതീർത്ഥം
ബ്രഹ്മാഭവോഹമപി യസ്യ കലാകലായാഃ ശ്രീശ്ചോദ്വഹേമ ചിരമസ്യ നൃപാസനം ത്വ ഭുഞ്ചത്തെ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവശ്ശിരഃ അഹോ ഐശ്വര്യമത്താനാം മത്താനാമിവ മാനിനാം അസംബദ്ധാ ഗിരോ രുക്ഷാഃ കസ്സഹേദാനുശാസിതാം അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമീത്യമർഷിതഃ ഗൃഹീത്വാ ഹലമുക്തസ്ഥൗ ദഹന്നിവ ജഗത്രയം ലാംഗലാഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിചകർഷസ ഗംഗായാം പ്രഹരിഷ്യൻ അമർഷിതഃ ജലയാനമിവാഘൂർണം ഗംഗായാം നഗരം പതത് ആകൃഷ്യമാണമാലോക്യ കൗരവാജാത സംഭ്രമാഃ തമേവ ശരണം ജഗ്മുഹു സകുടുംബാ ജിജീവിഷവഃ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയഃ പ്രഭും രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമത്തെ മൂഢാനാം ന കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം സ്ഥിത്യുൽപത്യപ്യയാനാം ത്വമേകോ ഹേതുർനിരാശ്രയഃ ലോകാൻ ക്രീഡനകാൻ ഈശ ക്രീഡതസ്തേ വദന്തി ത്വമേവ മൂർധ്നീതമനന്തലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ച യഃ സ്വാത്മനിരുദ്ധ വിശ്വഃ ശേഷേ ദ്വിതീയഃ പരിശിഷ്യമാണഃ കോപസ്തേ കില ശിക്ഷാർത്ഥം ന ദ്വേഷാന്ന ച മത്സരാത് ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയാ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ ശ്രീശുക ഉവാച ഏവം പ്രപന്നൈഃ സംവിഘ്നൈഃ വേപമാനായനൈർബലഃ പ്രസാദിതഃ സുപ്രസന്നോ മാഭൈഷ്ടേത്യഭയം ദദൗ ദുര്യോധനഃ പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച 12 ശതാനി അയുധാനി തുരങ്കമാൻ രഥാനാം ഷട്സഹസ്രാണി രൗക്മാണാം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹിതൃവത്സലഃ പ്രതിഗൃഹ്യതു തത്സർവം ഭഗവാൻ സത്വദർശഭഃ സസുതഃ സസ്നുഷ പ്രാഗാത് സുഹൃദ്ഭിരഭിനന്ദിതഃ തതഃ പ്രവിഷ്ടഃ സ്വപുരം ഹലായുധഃ സമേത്യ ബന്ധൂൻ അനുരക്തചേതസഃ ശശംസ സർവം യദു പുംഗവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണ അദ്യാപി ച പുരം ഹേതത് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗംഗായാം അനുദൃശ്യത്തെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഹാസ്തിനപുരകർഷണരൂപ സംഘർഷണ വിജയോ നാമ അഷ്ടഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയുടെ 1001 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 68 അധ്യായം ദശമസ്കന്ധത്തിലെ ബലദേവ വിജയം
ബലദേവ ഹസ്തിനപുര വിജയം. ഹസ്തിനപുരത്തിൽ ചെന്ന് ബലദേവ സ്വാമി ഹസ്തിനപുരത്തിലുള്ളവരെയെല്ലാം ഭയപ്പെടുത്തി ജയിച്ചു വരുന്ന കഥയാണ്. ആ പശ്ചാത്തലം നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന്, ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല, വിശദമായി കണ്ടു. ദുര്യോധനന്റെ പുത്രിയായ ലക്ഷ്മണയെ ഭഗവാന്റെ പുത്രനായ സാമ്പൻ ഏകനായി ചെന്ന് സ്വയംവരത്തിൽ അപഹരിച്ചു കൊണ്ടുപോരുമ്പോൾ ബാക്കിയുള്ള കൗരവന്മാരെല്ലാവരും കൂടി ആക്രമിച്ചു. അതിനെ തിരിച്ച് സാമ്പൻ ഏകനായി നേരിട്ടു. എങ്കിലും എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആയുധങ്ങളും രഥവും കുതിരകളെയും എല്ലാം ആക്രമിച്ച് നശിപ്പിച്ച് സാമ്പനെ ബന്ധനസ്ഥനാക്കി കാരാഗൃഹത്തിൽ അടച്ചു. അത് നാരദൻ വന്ന് പറഞ്ഞ് ദ്വാരകയിൽ അറിഞ്ഞ് ഭഗവാനും മറ്റൊരു യാദവ സൈന്യവുമായിട്ട് ഹസ്തിനപുരത്തിലേക്ക് യുദ്ധത്തിനായി കൊണ്ട് പുറപ്പെടുന്നത് കണ്ട് ബലരാമസ്വാമി അവരെ തടഞ്ഞ്, ഞാൻ പൊക്കോളാം, ഞാൻ ഏകനായി പൊക്കോളാം, എൻ്റെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന ഭാവം പ്രകടിപ്പിച്ച് നമ്മൾ ബന്ധുക്കൾ തമ്മിൽ യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് താൻ ഏകനായി പുറപ്പെട്ടപ്പോൾ മറ്റു കുറച്ച് പ്രമുഖരായ വ്യക്തികൾ കൂടെ പോന്നു, ഉദ്ധവനടക്കം. അങ്ങനെ ഹസ്തിനപുരത്തിൻ്റെ പുറത്ത് ഉപവനത്തിൽ ചെന്ന് ബലരാമസ്വാമി കാത്തു നിൽക്കുന്നതും ഉദ്ധവനെ ദൂതനായി അയക്കുന്നതും, ദൂതൻ ചെന്ന് ബലരാമസ്വാമി വന്ന വിവരം പറഞ്ഞപ്പോൾ ദുര്യോധനാദി കൗരവന്മാരെല്ലാം ബലരാമസ്വാമിയെ സ്വീകരിക്കാനായിക്കൊണ്ട് വലിയ ഒരുക്കങ്ങളോടെ താലപ്പൊലികളോടെ വന്ന് സ്വീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് കുശലപ്രശ്നം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉഗ്രസേന രാജാവിൻ്റെ ആജ്ഞ എന്ന മട്ടിലാണ് അവതരിപ്പിച്ച്. അദ്ദേഹം പറയുന്നതിനെ നിങ്ങൾ അധികം താമസിയാതെ വേഗം അനുസരിക്കുക. വിളംബിതം മാ ശ്രുത്വ അവ്യഗ്രതിയ കുരുദ്വം. അവ്യഗ്ര ബുദ്ധികളായി അതിനെ അദ്ദേഹം ആജ്ഞാപിച്ചതിനെ ചെയ്യൂ. നിങ്ങൾ പലരും കൂടി ചേർന്ന് ഏകനായ ഒരുവനെ, ധാർമ്മികനായി യുദ്ധം ചെയ്യുന്ന ഒരുവനെ നിങ്ങളെല്ലാം അധാർമികമായി യുദ്ധം ചെയ്ത് ബന്ധിച്ചു. പക്ഷേ ഞാനത് സഹിച്ചുകൊള്ളാം, ബന്ധുക്കൾ തമ്മിലുള്ള ഐക്യം കാമിച്ചുകൊണ്ട്. നമ്മൾ ബന്ധുക്കൾ തമ്മിൽ യുദ്ധം ഉണ്ടാവേണ്ടതില്ല, അതുകൊണ്ട് ഞാനത് സഹിച്ചുകൊള്ളാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബലരാമസ്വാമി ഉഗ്രസേന വചസ്സുകളായി പറഞ്ഞപ്പോൾ കോപിച്ച് ആ കൗരവന്മാര് പ്രകോപിതാഹ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അഹോ മഹച്ചിത്രമിതം കാലഗത്യാ ദുരത്യയാ അരുരുക്ഷത്യുപാനദ്വൈ ശിരോ മുകുടസേവിതം. ഇതെന്തൊരു വിചിത്രമാണിത്, കാലഗതി വല്ലാത്തത് തന്നെയാണ്. അയ്യോ, കാലം പോയ പോക്കേ. ചെരുപ്പ് കിരീടം അലങ്കരിച്ചിരിക്കുന്ന ശിരസിലേക്ക് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ യാദവന്മാർ നമ്മളുമായിട്ടുള്ള ബന്ധം കുന്തിദേവിയെ ഇവിടേക്ക് വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളോട് തുല്യതയെ അവർ പ്രാപിക്കപ്പെട്ടു. നമ്മൾ അത് അവഗണിച്ചതുകൊണ്ട്, അവർ രാജസിംഹാസനത്തിൽ ഇരുന്നപ്പോൾ അനുവദിച്ചു കൊടുത്തതുകൊണ്ട്, ചാമരവും ആലവട്ടവും ശംഖവും വെൺകൊറ്റക്കുടയും കിരീടവും സിംഹാസനവും അതുപോലെയുള്ള രാജകീയ ശയ്യകളും എല്ലാം അവരനുഭവിക്കുന്നത് ഭുഞ്ചന്തി അസ്മദുപേക്ഷയാ, നമ്മൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ് അവരത് അനുഭവിക്കുന്നത്. ഇപ്പോ ഇതാ പാമ്പിന് അമൃതം കൊടുത്ത പോലെയായി, കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ കൊത്തും പോലെ ഇപ്പതാ നമ്മളാൽ തന്നെ അനുഗ്രഹിച്ച് പ്രസാദിച്ച് വർദ്ധിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഈ നമ്മുടെ ബന്ധുക്കളായ യാദവന്മാർ ലജ്ജ കൂടാതെ നമ്മളെ ഇപ്പോൾ ആജ്ഞാപിക്കുന്നു. ആജ്ഞാപയന്ത്യദ്യ ഗതത്രപാപദ. അപ്പോ ഇന്ദ്രാദി ദേവന്മാർ പോലും ഭീഷ്മദ്രോണാദി അർജുനാദി കൗരവന്മാരുടെ അനുവാദം കൂടാതെ എന്തെങ്കിലും അതിക്രമിച്ചെടുക്കുക എന്നതിന് ധൈര്യം കാണിക്കുകയില്ല. അവരെല്ലാം പേടിച്ച്, ഭീഷ്മദ്രോണ അർജുനാദികളെ പേടിച്ചുകൊണ്ട് അവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കും. അങ്ങനെയുള്ളവരാണ് ദേവന്മാർ പോലും. ഇപ്പതാ കൊടുക്കാത്ത സിംഹാസനാദികളെയൊക്കെ
സ്വയം പിടിച്ചെടുത്ത് നാണമില്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. ആടിനാൽ പിടിക്കപ്പെട്ട സിംഹത്താൽ പിടിക്കപ്പെട്ട ഒരു ആടിനെ പോലെ ദീനരായിട്ടുള്ളവർ അഹങ്കരിച്ച് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നെല്ലാം ദുര്യോധനാദി കൗരവന്മാർ യാദവന്മാരെ കുറിച്ച് ബലരാമസ്വാമിയെ നിന്ദിച്ചുകൊണ്ട് ഉഗ്രസേന രാജാവിനെ നിന്ദിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തു. അപ്പോൾ അതിന് കാരണം എന്താ? അവരുടെ ജന്മബന്ധു ശ്രീയോന്നദ്ധ മതാഹ, എല്ലാ ഐശ്വര്യം കൊണ്ടും മതം പിടിച്ചവരായിട്ടുള്ളവര് ആ രാമനെ ദുർവാച്യം ആശ്രാവ്യ, കേൾക്കാൻ കൊള്ളാത്തതിനെ പറയാൻ പറ്റാത്തതിനെയൊക്കെ കേൾപ്പിച്ച് അസഭ്യാഹ ദുഷ്ടന്മാരായിട്ടുള്ളവർ പുരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഈ കുരുക്കളുടെ ദൗശീല്യം ദൃഷ്ട്വ, ദുശ്ശീല സ്വഭാവത്തെ കണ്ട് അവാച്യാനി ശ്രുത്വ, അവർ പറയാൻ പാടില്ലാത്തതൊക്കെ പറയുന്നതും കേട്ട് അച്യുതനായ ബലരാമസ്വാമി കോപസംരബ്ധ ദുഷ്പ്രേക്ഷ്യ, കോപത്തോടുകൂടി നേരെ നോക്കാൻ പോലും ഭയപ്പെടുന്ന രീതിയിൽ സംഹാര ഭാവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം മുഹുഹു പ്രഹസന് അവോചത്, വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പൊ ഈ കൗരവന്മാരുടെ അഹങ്കാരത്തെ, അവരുടെ മൂഢതയെക്കുറിച്ചാണ് ആലോചിച്ചാലോചിച്ച് ചിരിച്ചത്. എന്താ കാരണം? ദ്വാരകയുടെ ഐശ്വര്യം ആലോചിക്കുമ്പോൾ എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഉഗ്രസേന രാജാവ് അനുഭവിക്കുന്ന മഹത്വം ഇന്ദ്രാദി ദേവന്മാർ പോലും വണങ്ങുന്നൊരു പദവിയാണ് ഇപ്പോൾ ഉഗ്രസേന രാജാവ് അലങ്കരിച്ചിരിക്കുന്നത്. കാരണം സാക്ഷാൽ ലക്ഷ്മീപതിയായ ശ്രീകൃഷ്ണൻ തന്നെ ആ ഉഗ്രസേനനെ സേവിക്കുന്നുവല്ലോ. അപ്പോൾ പിന്നെ ദേവന്മാര് ഉഗ്രസേന രാജാവിനെ ബഹുമാനിക്കാതിരിക്കുമോ? അപ്പം അങ്ങനെയുള്ള ഉഗ്രസേന രാജാവിൻ്റെയും ദ്വാരകയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും മഹിമയൊന്നും അറിയാതെ ഈ മൂഢന്മാർ ഇങ്ങനെ വിഡ്ഢിത്തരം പറയുന്നത് കേട്ടിട്ടാണ് ഇദ്ദേഹത്തിന് പൊട്ടിപ്പൊട്ടി ചിരി വന്നത്. കോപത്തോടു കൂടിയതായിട്ടുള്ള ചിരിയാണ്. അപ്പോൾ അതിന് ഭഗവാൻ ബലരാമസ്വാമി തന്നെ ഇവർ പറഞ്ഞതിനൊക്കെ തിരിച്ചു പറയണം. അപ്പം എന്തായാലും ഇവര് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചുപോയി. ബലരാമസ്വാമിയെ അവഗണിച്ചുകൊണ്ട്, അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ ധിക്കരിച്ചുകൊണ്ട്, പിന്നീട് അദ്ദേഹത്തോടൊന്നും പറയാതെ അദ്ദേഹത്തെ അകത്തേക്ക് സ്വാഗതം ചെയ്യാതെ കുരുത്തം കെട്ട ദുര്യോധനും കൂട്ടരും അകത്തേക്ക് പോയി. അപ്പോഴാണ് ഇദ്ദേഹം അത് മറ്റുള്ളവരെല്ലാം കേൾക്കെ അട്ടഹസിച്ചുകൊണ്ട് പറയുന്നതും അതിനുശേഷം പ്രവർത്തിക്കുന്നതും. ബലരാമസ്വാമി തൻ്റെ കലപ്പ കൊണ്ട് ഹസ്തിനപുരത്തെ അങ്ങ് കിളച്ചെടുത്ത് ഗംഗയിലേക്ക് മറിച്ചിടാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു രംഗം നമുക്ക് കാണാം. നൂനം നാനാമതോന്നദ്ദാഃ ശാന്തിം നേച്ഛന്തി അസാധവഃ തേഷാം ഹി പ്രശമോ ദണ്ഡഃ പശൂനാം ലകുടോ യദാ. നൂനം നാനാമതോന്നദ്ദാഃ ശാന്തിം നേച്ഛന്തി അസാധവഃ തേഷാം ഹി പ്രശമോ ദണ്ഡഃ പശൂനാം ലകുടോ യദാ. നൂനം ഉറപ്പ്, നിശ്ചയം. എന്ത്? ഈ ഇവരുടെ അഹങ്കാരം, ആരുടെ? കൗരവന്മാരുടെ. അതാണ് നാനാമതോന്നദ്ദാഃ, പലവിധങ്ങളായ മതം കൊണ്ട് ഉന്നദ്ദാഃ, തല താഴ്ത്താത്തവർ, അഹങ്കാരികൾ. അപ്പൊ എന്തൊക്കെയാണ്? ജന്മബന്ധു ശ്രിയോന്നദ്ധ മതാഹ എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ജനനം കൊണ്ടുള്ളതും ബന്ധുബലം കൊണ്ടുള്ളതും അതുപോലെ സമ്പത്ത് കൊണ്ടുള്ളതും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ വർദ്ധിച്ച മതം. അങ്ങനെയുള്ള നാനാമതോന്നദ്ദാഃ ശാന്തിം നയിച്ചന്തി അസാധവഃ. ബലരാമസ്വാമി പറയണ ആ അസാധുക്കൾ, ആ ദുഷ്ടന്മാര് ശാന്തിയെ ആഗ്രഹിക്കുന്നില്ല. നയിച്ചന്തി, അവർക്ക് കോംപ്രമൈസ് വേണ്ടാന്ന്, അവർ യുദ്ധത്തിന് എന്നെ വെല്ലുവിളിക്കുകയാണ് എന്ന് താല്പര്യം. അവർ ശാന്തിയെ ഇച്ഛിക്കുന്നില്ല, നമ്മളോട് കോംപ്രമൈസ് ചെയ്യാനും തയ്യാറല്ല, സാമ്പനെ വിട്ടുതരാനുള്ള തയ്യാറില്ല അവര്. ശാന്തിം ന ഇച്ഛന്തി. അതുകൊണ്ട് തന്നെ എന്ത് വേണം? തേഷാം ഹി പ്രശമോ ദണ്ഡഃ. അപ്പോൾ തേഷാം ദണ്ഡഃ പ്രശമഃ ഹി, അവർക്ക് ദണ്ഡം മാത്രമേ അവരെ ശമിപ്പിക്കുന്നതായിട്ടുള്ളൂ. പ്രകർഷേണ അവർക്ക് ശമം ഉണ്ടാക്കണമെങ്കിൽ നല്ല ദണ്ഡം കൊടുക്കണം, അടി കൊടുക്കണം.
ഏതുപോലെ പശൂനാം ലഘുഡോ യഥാ, പശുക്കളെയും മറ്റുമൊക്കെ നിയന്ത്രിക്കാനായിട്ട് പലപ്പോഴും വടി ഉപയോഗിക്കേണ്ടി വരും, വടി കൊണ്ട് അടിക്കേണ്ടി വരും പല പശുക്കളെയും അനുസരണയില്ലാത്തത് കൊണ്ട്. അതുപോലെ ഇവരും അനുസരണയില്ലാത്ത പശുക്കൾക്ക് തുല്യരാണ്. ഇവർ വടി അഥവാ ദണ്ഡം അർഹിക്കുന്നു. ഇവർക്ക് ദണ്ഡം കൊണ്ട് മാത്രമേ മാറുള്ളൂ, അല്ലാതെ സാമദാന ഭേദങ്ങളൊന്നും ഇവരുടെ അടുത്ത് കാര്യമില്ല. അപ്പൊ ഇവരുടെ സ്വഭാവം ബലരാമസ്വാമി ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ ഇനി മഹാഭാരത യുദ്ധം തീരുമാനിച്ചതായിട്ടുള്ള സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതു പോകുമ്പോൾ ബലരാമസ്വാമി പറഞ്ഞേക്കേണ്ടതായിരുന്നു, അവരോടൊന്നും ദൂതു പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ, അവരുടെ അടുത്തൊന്നും ശമം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ആയുധം എടുത്ത് പൊക്കോ എന്ന് അനുജനോട് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാം, ആയുധവും കൊണ്ട് ഞാൻ തന്നെ പോയി അവരെ ശരിയാക്കിയിട്ട് വരാം, അവരോടൊന്നും കോംപ്രമൈസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഈ അനുഭവസ്ഥനായിട്ടുള്ള ഏട്ടൻ അനുജനോട് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനോടുള്ളതായിട്ടുള്ള പ്രേമം, മമത, വാത്സല്യം, അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല, ദൂതനാവുന്നില്ല, യുദ്ധത്തിൽ ഒരു പക്ഷത്തും പങ്കുചേരുന്നില്ല, അവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത്. തീർത്ഥാടന വ്യാജേന, അല്ലേ? തീർത്ഥാടനമെന്ന വ്യാജത്തിൽ യുദ്ധത്തിൽ നിന്ന് ഒഴിവായി നിൽക്കും, അവസാനം യഥാർത്ഥത്തിൽ തീർത്ഥാടനം ചെയ്യേണ്ടി വരും, ഒരു പാപം ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായിട്ട്. എന്തായാലും ബലരാമസ്വാമിക്ക് ആ ഒരു പ്രവൃത്തിയിൽ നഷ്ടമാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇവിടെ നോക്കാം, ഈ പശുക്കളെ പോലെയുള്ള ആളുകൾക്ക് വടി വേണം, ദണ്ഡം വേണം, അല്ലാതെ മര്യാദയ്ക്കൊന്നും ഇവര് ഒരു വഴിക്ക് പോകുന്നവരല്ല എന്നാണ് പറഞ്ഞത്. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈഹി സാന്ത്വയിത്വാഹമേതേഷാം ശമമിച്ഛൻ ഇഹാഗതഃ. തന്നെ തന്നെ അഹോ കഷ്ടം എന്ന് പറയണം. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈഹി സാന്ത്വയിത്വാഹമേതേഷാം ശമമിച്ഛൻ ഇഹാഗതഃ. നാരദൻ വന്ന് പറഞ്ഞു, സാമ്പനെ കൗരവന്മാർ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു എന്നുള്ള വർത്തമാനം കേട്ടപ്പോഴേക്കും സുസംരബ്ധാൻ യദൂൻ, നല്ല കോപത്തോടുകൂടി യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടതായിട്ടുള്ള യാദവന്മാരെ ആണ് സുസംരബ്ധാൻ യദൂൻ കുപിതം കൃഷ്ണം ശനൈ സാന്ത്വയിത്വ. കോപിച്ച് യുദ്ധത്തിനിറങ്ങിയ കൃഷ്ണനെയും ഞാൻ പതുക്കെ സാന്ത്വനിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അഹം ഏതേഷാം ശമമിച്ഛന്, ഞാൻ ഇവരിൽ നിന്ന് ശാന്തിയെ ഇച്ഛിച്ചുകൊണ്ട്, ശമത്തെ ഇച്ഛിച്ചുകൊണ്ട് ഇഹ ആഗതഃ, അഹോ ഇവിടെ വന്നു, എന്നെ വേണം പറയാൻ. കാഷ്ടം, എനിക്ക് ഏതു നേരത്ത് ഇത് തോന്നിയോ, അല്ലേ? കഷ്ടം കഷ്ടം. ഈ പശുക്കളോട് ലകുടമേ പറ്റുള്ളൂ, വടിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരോട് ശമമിച്ഛിച്ചു കൊണ്ടുവന്ന എന്നെ വേണം പറയാൻ. ഞാൻ അപ്പോഴേ തന്നെ കൃഷ്ണൻ വരുമ്പോൾ തടയാതിരുന്നാൽ മതിയായിരുന്നു. കൃഷ്ണൻ സുദർശനുമായിട്ട് വന്ന് ശരിയാക്കിയായിരുന്നു. ഞാൻ ഇവരുടെ നന്മ ഉദ്ദേശിച്ച് കൃഷ്ണനെ അവിടെ തടഞ്ഞു വെച്ചിട്ട് വന്നു. അതുണ്ടോ ഈ വിഡ്ഢികൾ മനസ്സിലാക്കുന്നു എന്നാണ്. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈഹി സാന്ത്വയിത്വാഹമേതേഷാം ശമമിച്ഛൻ ഇഹാഗതഃ. തൈമേ മന്ദമതയഃ കലഹാഭിരതാ ഖലാഃ തം മാം അവജ്ഞായ മുഹുഃ ദുർഭാഷാൻ മാനിനോ ബ്രുവൻ. തൈമേ മന്ദമതയഃ കലഹാഭിരതാ ഖലാഃ തം മാം അവജ്ഞായ മുഹുഃ ദുർഭാഷാൻ മാനിനോ ബ്രുവൻ. അപ്പൊ ഞാൻ ചെയ്തത് മനസ്സിലാക്കാതെ, ഞാൻ എത്ര നല്ല കാര്യമാണ് ഇവർക്ക് വേണ്ടി ചെയ്തത്. കൃഷ്ണൻ കോപിച്ച് യാദവ സൈന്യത്തോടുകൂടി വരുന്നതിനെ തടഞ്ഞ്, ഏത് കൃഷ്ണൻ? മുമ്പ് ബാണാസുരനോട് പോയി യുദ്ധം ചെയ്ത് ബാണാസുരനെയും ആ ബാണാസുരന്റെ സഹായിയായ മഹാദേവനെ അടക്കം തോൽപ്പിച്ച ആ കൃഷ്ണൻ ഈ ഹസ്തിനപുരത്തേക്ക് വരുമ്പോൾ ഞാൻ തടഞ്ഞു. ആ എന്നെ, അതാണ് തമ്മാം അവജ്ഞായ, ആ എന്നെ അവഗണിച്ചുകൊണ്ട്, എന്നെ മനസ്സിലാക്കാതെ, ഇമേ മന്ദമതയഃ തേ, ഈ മന്ദബുദ്ധികളായിട്ടുള്ള ഇവര് വാസ്തവത്തിൽ കലഹ അഭിരതാഹ, ഇവരുടെ സ്വഭാവം തന്നെ കലഹത്തിൽ താല്പര്യമുള്ളവരാണ്, കലഹത്തിൽ രമിക്കുന്ന ദുഷ്ടന്മാരാണ്.
തമോ ഗുണികളാണ് എന്നർത്ഥം. ഖലാഹ, ദുഷ്ടന്മാരായിട്ടുള്ള ഇവര് എന്നെ മനസ്സിലാക്കാതെ എന്നെ അവഗണിച്ചുകൊണ്ട് മുഹുഹു ദുർഭാഷാൻ മാനിനോ അബ്രുവന്, വലിയ മാനികളെ പോലെ അഭിമാനികളെ പോലെ എന്റെ നേർക്ക് മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും ദുർഭാഷാൻ അബ്രുവന്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെയാണ് എന്റെ നേരെ നോക്കി പറഞ്ഞത്. അപ്പോ ഇവർ ശരിക്കും ദുഷ്ടജനങ്ങൾ തന്നെയാണ്. അവരുടെ സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. കലഹാഭിരതന്മാരാണ്. ഇവരുടെ സ്വഭാവം ഇത് തന്നെയാണ്. ഇത് മാറാൻ പോകുന്നില്ല എന്ന. അപ്പോൾ എൻ്റെ വിവരക്കേട് എന്നേ പറയേണ്ടതുള്ളൂ. ഇവർക്ക് വേണ്ടി ഞാൻ കൃഷ്ണനെ തടഞ്ഞു വെച്ച് ശമം ആഗ്രഹിച്ചു വന്നൂലോ. നോഗ്രസേന കില വിഭുഹു ഭോജവൃഷ്ണ്യന്തകേശ്വരഃ ശക്രാദയോ ലോകപാലാഃ യസ്യാദേശാനുവർത്തിനഃ. നോഗ്രസേന കില വിഭുഃ ഭോജവൃഷ്ണ്യന്തകേശ്വരഃ ശക്രാദയോ ലോകപാലാഃ യസ്യാദേശാനുവർത്തിനഃ. ഭോജവൃഷ്ണി അന്തകേശ്വരഃ, ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്തകന്മാരുടെയും ഈശ്വരനായ ഉഗ്രസേന, എല്ലാവരുടെയും രാജാവ്. യദുവംശത്തിലെ അവാന്തര വംശങ്ങളായ ഭോജവംശം, യദുവംശം അല്ലെങ്കിൽ വൃഷ്ണിവംശം, അന്തകവംശം, ഇവർക്ക് മുഴുവൻ നാഥനാണ് ഉഗ്രസേന രാജാവ്. അദ്ദേഹം വിഭു കില, അദ്ദേഹം വിഭു അല്ലാത്രേ, രാജാവല്ലാത്രേ, പ്രഭാവമുള്ള ആളല്ലാത്രേ. ഇവറ്റകൾ പറയണം ന വിഭു കില ശക്രാദയ ലോകപാലാഃ യസ്യാദേശാനുവർത്തിനഃ. ശക്രാദി അഥവാ ഇന്ദ്രാദി ലോകപാലന്മാരെല്ലാം ഏതൊരു ഉഗ്രസേന രാജാവിന്റെ ആജ്ഞാനുവർത്തികളായിരിക്കുന്നുവോ, അത്രയും പ്രതാപമേറിയ ഉഗ്രസേന രാജാവ്, ദേവന്മാരെ വരച്ച വരയിൽ നിർത്തുന്ന ഉഗ്രസേന രാജാവ് പ്രഭുവല്ലാത്രേ. ഇവര് പറയണം ഉഗ്രസേന കില വിഭു ഭോജവൃഷ്ണി അന്തകേശ്വരഃ ശക്രാദയോ ലോകപാലാഃ യസ്യാദേശാനുവർത്തിനഃ. സുധർമാക്രമ്യതേ യേന പാരിജാതോ അമരാംഗ്രിഭഃ ആനീയ ഭുജ്യതേ സോസൗ ന കിലാദ്യാസനാർഹണഃ. സുധർമാക്രമ്യതേ യേന പാരിജാതോ അമരാംഗ്രിഭഃ ആനീയ ഭുജ്യതേ സോസൗ ന കിലാദ്യാസനാർഹണഃ. യേന സുധർമ്മ ആക്രമ്യതേ, യേന ഉഗ്രസേന മഹാരാജ്ഞ, ഏതൊരു ഉഗ്രസേന പ്രഭുവിനാൽ സുധർമ്മ ആക്രമ്യതേ, സുധർമ്മ പദവിന്യാസം ചെയ്യപ്പെടുന്നു. ഇവിടെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിന്യാസം, നന്നായി ചവിട്ടി പാദവിന്യാസം ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ സുധർമ്മയിലാണ് ഈ ഉഗ്രസേന രാജാവ് ഇപ്പോൾ വിലസിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നടത്തം മുഴുവൻ ആ രാജധാനിയിലാണ്. സുധർമ്മ എന്നുള്ളത് ദ്വാരകയിലെ സഭ. അതെവിടെ ഉണ്ടായിരുന്ന സഭയാണ്? ഇന്ദ്രന്റെ സഭയായിരുന്നാണ്. ദേവലോകത്തെ ഇന്ദ്രന്റെ സഭ ഇപ്പൊ ആരാ ചവിട്ടി മെതിച്ച് നടക്കുന്നത്, ആക്രമിക്കുന്നത്? സാക്ഷാൽ ഉഗ്രസേന രാജാവ്. അപ്പോൾ ഇന്ദ്രപദവിക്ക് തുല്യമായ പദവി വഹിച്ചുകൊണ്ട് സുധർമ്മ ഏതൊരുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ, സുധർമ്മയിൽ പദവിന്യാസം ചെയ്യുന്നുവോ, അതുപോലെ അമരാംഗ്രിഭഃ പാരിജാതഃ ആനീയ ഭുജ്യതേ അസൗ. ഇതേ ഉഗ്രസേന രാജാവ് തന്നെ അസൗ, ഇവൻ തന്നെയാണ് അമരാംഗ്രിഭഃ. അംഗ്രിപൻ, അംഗ്രിപഃ എന്ന് പറഞ്ഞാൽ വേരുകൊണ്ട് കുടിക്കുന്നത്, പാദം കൊണ്ട് പാനം ചെയ്യുന്നത് വൃക്ഷം. അമരാംഗ്രിപം ദേവലോകത്തെ വൃക്ഷം. അതേതാണ്? പാരിജാതം. അപ്പൊ പാരിജാതമെന്ന ദേവലോക വൃക്ഷം ഏതൊരുവൻ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ അനുഭവിക്കുന്നുവോ അതിന്റെ സൗഭാഗ്യങ്ങളെല്ലാം, അങ്ങനെയുള്ള സഹ അധ്യാസനാർഹണഃ ന കില, അവൻ അധ്യാസനം അർഹിക്കുന്നവനല്ലാത്രേ. ദുര്യോധനാദികൾ പറഞ്ഞില്ലേ, ഞങ്ങൾ കൊടുത്ത ഔദാര്യം കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഇനി മേലിൽ അവരവിടെ നിന്ന് ഇരുന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിച്ചു. അപ്പൊ അങ്ങനെ ഔദാര്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണത്രേ ഈ ഉഗ്രസേന രാജാവ്. പാരിജാതവും സുധർമ്മയുമൊക്കെ ദ്വാരകയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള്
സിംഹാസനത്തിലിരിക്കാൻ അർഹതയില്ല അത്രേ. അപ്പോ ഏതൊരു സുധർമ്മയാണോ സാക്ഷാൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ തന്നെ ദ്വാരകയിൽ കൊണ്ടുവന്ന് കൊടുത്തത്, ആ സുധർമ്മ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഉഗ്രസേന രാജാവോ അദ്ദേഹത്തിന് സിംഹാസനത്തിലിരിക്കാൻ അർഹതയില്ല എന്ന്. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരാൾ ഉഗ്രസേന രാജാവിന് സേവകനായിരിക്കുമ്പോൾ എന്ന് പറയണം. അപ്പോൾ ഈ ഭഗവാൻ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം മാത്രമാണ് ഈ സുധർമ്മ എന്ന സഭ ദ്വാരകയിലുള്ളത്. ഭഗവാൻ ദേഹം വെടിയുന്നതോടുകൂടി അഥവാ സ്വധാമത്തിലേക്ക് പോകുന്നതോടുകൂടി എങ്ങനെയാണോ ഇന്ദ്രൻ അയച്ച രഥവും സാരഥിയും എല്ലാം തിരിച്ചു പോയത്, അതുപോലെ സുധർമ്മയും തിരിച്ചു പോകും. അപ്പോൾ ഭഗവാന്റെ കാലശേഷം സുധർമ്മ ദ്വാരകയിലില്ല. അപ്പോഴേക്കും പിന്നെ ഉഗ്രസേന രാജാദികളും ദേഹം വെടിയുന്നുണ്ട്. ഭഗവാൻ ദേഹം വെടിയുന്നതോടുകൂടി എല്ലാവരും ദേഹം വെടിയും, അതോടുകൂടി സുധർമ്മയും പോകും. യസ്യ പാദയുഗം സാക്ഷാത് ശ്രീരൂപാസ്തേഖിലേശ്വരി സനാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ. യസ്യ പാദയുഗം സാക്ഷാൽ ശ്രീരൂപാസ്തേഖിലേശ്വരി സനാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ. യസ്യ പാദയുഗം അഖിലേശ്വരി സാക്ഷാത് ശ്രീ ഉപാസ്തേ. ഏതൊരു കൃഷ്ണന്റെ പാദകമലങ്ങളെ പാദയുഗങ്ങളെ രണ്ടിനെ സാക്ഷാൽ അഖിലേശ്വരിയായ ലക്ഷ്മീദേവി സേവിക്കുന്നു, ഉപാസിക്കുന്നു. അങ്ങനെയുള്ള സഹ ശ്രീശഃ നരദേവ പരിച്ഛദാൻ ന അർഹതികില. ലക്ഷ്മീശനായ പ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാൻ നരദേവന്റെ പരിച്ഛദങ്ങൾ അർഹിക്കുന്നില്ലാത്രേ. നരദേവൻ രാജാവ് പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ, ഉപകരണങ്ങൾ മുതലായവ, ആലവട്ട വെഞ്ചാമരങ്ങൾ, വെൺകൊറ്റക്കുട, അതുപോലെയുള്ള രഥം, ആയുധങ്ങൾ, ഇതെല്ലാം. അപ്പൊ രാജാവിന്റെ അടയാളങ്ങളൊന്നും അർഹിക്കുന്നില്ലാത്രേ ഈ കൃഷ്ണൻ, ലക്ഷ്മീപതിയായ കൃഷ്ണൻ. ലക്ഷ്മീദേവി ഏതൊരുവനെ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ എന്ന്. യസ്യാംഗ്രി പങ്കജരജോകില ലോകപാലൈഃ മൗല്യുക്തമൈർധൃതമുപാസിത തീർത്ഥതീർത്ഥം ബ്രഹ്മാബോഹമപി യസ്യ കലാകലായാഃ ശ്രീശ്ചോദ്വഹേമ ചിരമസ്യ നൃപാസനം ക്വാം. യസ്യാംഗ്രി പങ്കജരജോകില ലോകപാലൈഃ മൗല്യുക്തമൈർധൃതമുപാസിത തീർത്ഥതീർത്ഥം ബ്രഹ്മാബോഹമപി യസ്യ കലാകലായാഃ ശ്രീശ്ചോദ്വഹേമ ചിരമസ്യ നൃപാസനം ക്വാം. അപ്പൊ ഈ ഭഗവാന് നൃപാസനം എത്ര തുച്ഛം. രാജാവിന്റെ സിംഹാസനം എന്നുള്ളത് ഏതൊരു കൃഷ്ണനെ സംബന്ധിച്ച് തുച്ഛമായിരിക്കുന്നുവോ ആ ഭഗവാന് സിംഹാസനത്തിലിരിക്കാൻ പാടില്ല, കൊടപിടിക്കാൻ പാടില്ല, ആലവട്ടം വെഞ്ചാമരം വീശാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര വിഡ്ഢിത്തരമാണ്. കാരണം ഈ കൃഷ്ണൻ എങ്ങനെയുള്ളവനാണ്? യസ്യ അംഗ്രി പങ്കജരജഃ അഖില ലോകപാലൈഃ മൗല്യുത്തമൈഃ ധൃതം ഉപാസിത തീർത്ഥതീർത്ഥം. ഇപ്പോ അഖില ലോകപാലൈഃ എല്ലാ ലോകപാലന്മാരാലും മൗല്യുത്തമൈഃ അവരുടെ ഉത്തമങ്ങളായ ശിരസ്സുകളെ കൊണ്ട്, മൗലിയുക്തമായ അഥവാ കിരീടയുക്തമായ ശിരസ്സുകളെ കൊണ്ട് യസ്യ ഉപാസിത തീർത്ഥതീർത്ഥം അംഗ്രി പങ്കജരജഃ ഏതൊരുവന്റെ ഉപാസിക്കപ്പെട്ട തീർത്ഥങ്ങളോടുകൂടി, തീർത്ഥങ്ങളൊക്കെ ഭഗവാന്റെ പാദത്തെ സേവിക്കുകയാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് തീർത്ഥം എന്നുള്ള പദവി തന്നെ കിട്ടുന്നത്. തീർത്ഥീകുർവന്തി തീർത്ഥാനി, തീർത്ഥങ്ങളെ തീർത്ഥമാക്കുന്ന തീർത്ഥപാദനാണ് ഭഗവാൻ. അങ്ങനെ തീർത്ഥങ്ങൾ ഏതൊരുവന്റെ പാദത്തെ സേവിക്കുന്നുവോ ആ ഭഗവാന്റെ അംഗ്രി പങ്കജരജഃ പാദകമലത്തിലെ ധൂളികൾ ഏതൊരു ദേവന്മാരാൽ ലോകപാലന്മാരാൽ അവരുടെ കിരീടം ധരിച്ചിരിക്കുന്ന മൗലി കൊണ്ട് ധൃതം ധരിക്കപ്പെടുന്നുവോ യസ്യ കലായാഃ കലാഃ ബ്രഹ്മാഭവഃ അഹം അപി. യസ്യ ഏതൊരുവന്റെ, ഏതൊരു കൃഷ്ണ ഭഗവാന്റെ കലായാഃ കല അംശത്തിന്റെ അംശം മാത്രമാണ്
ആരൊക്കെ? ബ്രഹ്മദേവനും ഭവഃ പരമേശ്വരനും അഹമപി ഈ ഉള്ള ബലരാമൻ ആദിശേഷനായ ഞാനും ശ്രീഹി ച ലക്ഷ്മീദേവിയും ചിരം ഉദ്വഹേമ. അപ്പോ ഏതൊരു ഭഗവാന്റെ കമലത്തിലെ രജസ്സുകളെ നിസാരന്മാരായ ഭഗവാന്റെ അംശകലകളായിരിക്കുന്ന ബ്രഹ്മാവ്, മഹാദേവൻ, ഞാന്, ലക്ഷ്മീദേവി എല്ലാവരും എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള ഈ ഭഗവാന്, ഈ കൃഷ്ണന് അസ്യ നൃപാസനം നൃപാസനം എന്ത്, എവിടെ കിടക്കുന്നു എന്നർത്ഥം. രാജസിംഹാസനം എന്ന് പറഞ്ഞാൽ അവന് തുച്ഛമാണ് എന്നർത്ഥം. അതിലൊക്കെ വലിയ അതിരാജാവാന്റെ ദേവദേവന്മാരുടെ ഈശ്വരന്മാരുടെ എല്ലാം മുകളിലാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവന് അല്ലേ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചെയർ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ആയിരിക്കാം ആര്? ഇന്ത്യൻ പ്രസിഡന്റ്. അങ്ങനെ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ദേവാദിദേവനായ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ആ ഭഗവാന് ഈ രാജപദവിയൊക്കെ എന്ത് നിസ്സാരം. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയുള്ള പദവികളൊന്നും സ്വീകരിക്കാതിരുന്നത്. അല്ലെങ്കിൽ എത്ര രാജപദവികൾ ഭഗവാന് സ്വീകരിക്കാമായിരുന്നു. എത്രയെത്ര രാജാക്കന്മാരെ ഭഗവാൻ വധിച്ചു. അവരുടെയൊക്കെ സിംഹാസനം ഭഗവാനുള്ളതല്ലേ? എല്ലാറ്റിൻ്റെയും മുകളിലിരിക്കുന്നവര് ഈ ഓരോരോ ചെയറിലും പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓരോ കസേരയിലും പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ ഈ പൊട്ടന്മാർ പറയുന്ന സിംഹാസനം അർഹിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ എത്ര മൗഢ്യമാണ്. ഭഗവാന്റെ മാഹാത്മ്യം അറിയാതെ വിഡ്ഢിത്തരങ്ങൾ പുലമ്പുകയാണ് ഇവര്. കാഷ്ടം തന്നെ. ഭുഞ്ചതേ കുരുബിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവശ്ശിരഃ. ഭുഞ്ചതേ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവശ്ശിരഃ. ഞങ്ങൾ വൃഷ്ണികള് കുരുഭിഹി ദത്തം ഭൂഖണ്ഡം ഭുഞ്ചതേ കില, കൗരവന്മാരാൽ നൽകപ്പെട്ട ഭൂഖണ്ഡമാണത്രേ ഞങ്ങൾ ഭുജിക്കുന്നത്, അനുഭവിക്കുന്നത്. അവരുടെ ഔദാര്യമാണത്രേ ഞങ്ങൾ യാദവന്മാര് അനുഭവിക്കുന്നത്. വയം ഉപാനഃ കില, ഞങ്ങൾ ചെരുപ്പാണത്രേ, ഞങ്ങള് പാദരക്ഷകളാണത്രേ. കുരവഹത്തു സാക്ഷാത് ശിരഃ കില, കൗരവന്മാരാകട്ടെ സാക്ഷാൽ ശിരസ്സുമാണത്രേ. അപ്പൊ അവര് ശിരസ്ഥാനീയരും ഞങ്ങൾ വെറും ചെരുപ്പും. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഭുഞ്ചതേ കുരുബിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവശ്ശിരഃ. അഹോ ഐശ്വര്യമത്താനാം മത്താനാമിവ മാനിനാം അസംബദ്ധാ ഗിരോ വൃക്ഷാഃ കസ്സഹേതാനുശാസിതാം. അഹോ ഐശ്വര്യമത്താനാം മത്താനാമിവ മാനിനാം അസംബദ്ധാ ഗിരോ വൃക്ഷാഃ കസ്സഹേതാനുശാസിതാം. മത്താനാം ഇവ ഐശ്വര്യമത്താനാം മാനിനാം അസംബദ്ധാഃ വൃക്ഷാഃ ഗിരഃ അനുശാസിതാ കഹ സഹേത. അഹോ, അപ്പോ ഇവരുടെ ഈ വിഡ്ഢിത്തരങ്ങള് ശക്തിയുള്ള ആരെങ്കിലും സഹിക്കുവോ? അതാണത്തെ വിഷയം. അതെങ്ങനെയാ പറഞ്ഞത്? മത്താനാമിവ ഐശ്വര്യമത്താനാം, മദ്യപാനാദികൾ ചെയ്ത് മതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ പോലെ മതിച്ചിരിക്കുന്ന ഉന്മത്തന്മാരായ ആളുകളെ പോലെ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ച് മത്തന്മാരായി തീർന്ന ഇവരുടെ മാനിനാം, അഭിമാനികളായിരിക്കുന്ന ഇവരുടെ അസംബദ്ധാഃ രൂക്ഷാഃ ഗിരഃ, അസംബദ്ധാഃ പരസ്പര ചേർച്ചയില്ലാത്ത അസംബന്ധമായ സംബന്ധമില്ലാത്തതായിട്ടുള്ള വാക്കുകൾ, ഗിരഃ രൂക്ഷാഃ അതികഠിനങ്ങളായ ക്രൂരങ്ങളായ നിന്ദാവചനങ്ങൾ, അനുശാസിത കഹ സഹേത
അനുശാസനം ചെയ്യാൻ ശേഷിയുള്ള ആരെങ്കിലും സഹിക്കുമോ? അല്ലേ? നമ്മൾ ശിക്ഷിക്കാൻ ശക്തിയുള്ളവര് അവരുടെ നേരെ ആരെങ്കിലും എന്തെങ്കിലും നിന്ദ പ്രയോഗിച്ചാൽ അവർ കണ്ടു നിൽക്കുകയോ സഹിക്കുകയോ ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പം മുതിർന്നവരെ, ശക്തിയുള്ളവരെ, സ്ഥാനമുള്ളവരെ ഒക്കെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവരുടെ കാര്യം കഷ്ടമാകും. കാരണം ഇവർ ശക്തിയുള്ളവരാണ്, അനുശാസിത എന്നുള്ള ശാസനം ചെയ്യാൻ ശക്തിയുള്ളവരാണ്. അങ്ങനെയുള്ള ഒരാളും സഹിക്കില്ല. ഇപ്പം മക്കള് അച്ഛനമ്മമാരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ അച്ഛനമ്മമാർ സഹിക്കുമോ? അനുജന്മാര് ജ്യേഷ്ഠന്മാരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ ജ്യേഷ്ഠന്മാർ സഹിക്കുമോ? ദരിദ്രന്മാര് ധനികന്മാരെ ചീത്ത വിളിച്ചാൽ ധനികന്മാർ സഹിക്കുമോ? ഉദ്യോഗത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവരെ താഴ്ന്ന പദവിയിലുള്ളവർ ചീത്ത വിളിച്ചാൽ സഹിക്കുമോ? ഇങ്ങനെ ഓരോ തലത്തിലും അനുശാസിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ളവരെ താഴെയുള്ളവർ ഒരിക്കലും നിന്ദിക്കാൻ പാടുള്ളതല്ല. അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അവർക്ക് നാശമായിരിക്കും ഫലം. അതുകൊണ്ട് പക്വത ഉണ്ടായിരിക്കണം. നമ്മളെക്കാൾ ശക്തിയുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവരെ നിന്ദിച്ചുകൊണ്ടുള്ള പെരുമാറ്റമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ലോകമര്യാദ. അങ്ങനെ ചെയ്താൽ അപകടം തന്നെയാണ്. അപ്പം അതുപോലെ ഇവിടെ ബലരാമസ്വാമി പറയണ്, ഇവരെയൊക്കെ അനുശാസിക്കാൻ ശക്തിയുള്ളവനായിട്ടുള്ള ഞാൻ എങ്ങനെ സഹിക്കും എന്നാണ് ഇതിൻ്റെ താല്പര്യം. അഹോ, ഇവരുടെ ഒരു മൂഢത, കഷ്ടം, ആശ്ചര്യം തന്നെ. അത്രയ്ക്കും മൂഢതയുണ്ട് അവർക്ക് എന്ന് താല്പര്യം. അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമീതി അമർഷിതഃ ഗൃഹീത്വാ ഹലമുത്തസ്തൗ ദഹന്നിവ ജഗത്രയം. അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമീത്യമർഷിതഃ ഗൃഹീത്വാ ഹലമുത്തസ്തൗ ദഹന്നിവ ജഗത്രയം. ബലരാമസ്വാമി നിശ്ചയിച്ചു എന്താ ചെയ്യണമെന്ന്. എന്താണ്? അദ്യ പൃഥ്വീം നിഷ്കൗരവീം കരിഷ്യാമി. ഇപ്പൊ തന്നെ അദ്യ പൃഥ്വീം, ഈ ഭൂമിയെ, നിഷ്കൗരവീം കരിഷ്യാമി, കൗരവരഹിതമാക്കി ചെയ്യാൻ പോവുകയാണ് ഞാൻ. നിർഗത കൗരവന്മാരോടുകൂടി ആക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിർഗമിച്ച കൗരവന്മാർന്ന പോയ കൗരവന്മാർ എന്ന് വെച്ചാൽ കൗരവന്മാരില്ലാത്തതാക്കി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇനിയും ഭൂമിയിൽ കൗരവന്മാർ ജീവിക്കാൻ അർഹരല്ല എന്ന് തീരുമാനിച്ചു. അവരെയൊക്കെ ഞാൻ ഇല്ലാതാക്കാൻ പോവാണ്. അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമി ഇതി അമർഷിതഃ എന്ന് കോപിച്ചവനായിട്ട് അദ്ദേഹം ഗൃഹീത്വാ ഹലം ഗൃഹീത്വ, അദ്ദേഹത്തിന്റെ ആയുധമായ ഹലം എന്നാൽ കലപ്പയെ എടുത്തുകൊണ്ട് ഉത്തസ്തൗ, ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റു, ഇരുന്നിടത്തുനിന്ന് ആയുധവും ധരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഏതുപോലെ ദഹന്നിവ ജഗത്രയം, 3 ലോകങ്ങളെയും ദഹിപ്പിക്കുന്ന കോപം കൊണ്ട്, കോപത്തോട് ജ്വലിക്കുന്നവനായിട്ട്. ഏതൊരു ആദിശേഷ ഭഗവാന്റെ മുഖത്തു നിന്നുള്ള അഗ്നിയാണോ പ്രളയകാലത്ത് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുക, ആ ആദിശേഷ ഭഗവാനെയാണ് ഇപ്പോ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ സംഹാര രുദ്രനായിക്കൊണ്ട് ആയുധധാരിയായി എഴുന്നേറ്റു. അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമീതി അമർഷിതഃ ഗൃഹീത്വാ ഹലമുത്തസ്ഥൗ ദഹന്നിവ ജഗത്രയം. ലാംഗലാഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിചകർഷ സ ഗംഗായാം പ്രഹരിഷ്യന്നമർഷിതഃ. ലാംഗലാഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിചകർഷ സ ഗംഗായാം പ്രഹരിഷ്യന്നമർഷിതഃ. അമർഷിതനായ ബലരാമസ്വാമി സഹ ഗജാഹ്വയം നഗരം ഉദ്വിദാര്യ. ഗജാഹ്വയം ഹസ്തിനപുരം, ഗജാഹ്വയം ആനയുടെ പേരിൽ അറിയപ്പെടുന്ന പുരം ഗജാഹ്വയം. അപ്പൊ ഹസ്തിനം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തെ ഉദ്വിദാരണം ചെയ്യാവുന്ന വിദാരണം ചെയ്യാന്ന് പറഞ്ഞാൽ പിളർക്കുക,
എന്നാണ് ഇവിടെ ഉദ്വിതാരണം ചെയ്യാൻ, മുകളിലോട്ട് പിളർത്തിയെടുത്തിട്ട് എന്ന് പറഞ്ഞാലോ ഭൂമിയിൽ നിന്ന് ഹസ്തിനപുരം എന്ന നഗരത്തെ തന്നെ പുഴക്കി വേർപെടുത്തെടുത്തിയിട്ട് തൻ്റെ കലപ്പ കൊണ്ടൊന്ന് കിളച്ച് മുറിച്ചെടുത്തു. അങ്ങനെ മുറിച്ചെടുത്ത് ഉദ്വിതാര്യ നഗരം ഉദ്വിതാര്യ ഗംഗായാം പ്രഹരിഷ്യന്, അതിനെ ഗംഗയിലേക്ക് പ്രഹരിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട്, ഗംഗയിലേക്ക് വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ലാംഗലാഗ്രേണ വിചകർഷ. വീണ്ടും ലാംഗലം എന്നാൽ വീണ്ടും കലപ്പ തന്നെയാണ്. ആ കലപ്പ കൊണ്ട് വിചകർഷ, വിശേഷേണ ചകർഷ, നന്നായി വലിച്ചഴച്ചു. അപ്പൊ കലപ്പ കൊണ്ട് കൃഷി ചെയ്യുന്നത് പോലെ ഈ ബലരാമസ്വാമി തന്റെ കലപ്പ കൊണ്ട് ഈ ഹസ്തിനപുരത്തെ തന്നെ പുഴക്കിയെടുത്ത് വലിച്ചഴച്ച് ഗംഗയിലേക്ക് കൊണ്ടുപോവുകയാണ്. ജലയാനമിവാഘൂർണം ഗംഗായാം നഗരം പതത് ആകൃഷ്യമാണമാലോക്യ കൗരവാജാതസംഭ്രമാഃ. ജലയാനമിവാഘൂർണം ഗംഗായാം നഗരം പതത് ആകൃഷ്യമാണമാലോക്യ കൗരവാജാതസംഭ്രമാഃ. അപ്പോൾ ഈ ഹസ്തിനപുരം എങ്ങനെയുണ്ടായിരുന്നു? ജലയാനം ഇവ. ജലയാനം എന്ന് പറയുമ്പോൾ ഒരു തോണി പോലെ, ജലത്തിൽ യാനം ചെയ്യുന്ന വാഹനം. അപ്പോൾ ഒരു തോണിയെ പോലെ ആകൂർണം ആകർഷ്യമാണം നഗരം, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ട് ആകർഷിക്കപ്പെടുന്നതായിട്ടുള്ള ആ നഗരം, രാജധാനി ഗംഗായാം പതത്, ഗംഗയിലേക്ക് പതിക്കുന്നത് കണ്ട് അത് ആലോക്യ കൗരവാഹ, അത് കണ്ടവരായ കൗരവന്മാർ എന്തു ചെയ്തു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. തമേവ ശരണം ജഗ്മുഹു സകുടുംബാജിജീവിഷവഃ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയഃ പ്രഭും. തമേവ ശരണം ജഗ്മുഹു സകുടുംബാജിജീഷവഃ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയഃ പ്രഭും. അങ്ങനെ അവരുടെ ഹസ്തിനപുരം, അവരുടെ വാസസ്ഥാനം ഗംഗയിലേക്ക് പതിക്കുന്നത്, അവരൊക്കെ വലിച്ചഴക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കിയ കണ്ടവരായ ആലോക്യ കൗരവാഹ സകുടുംബാഹ, കൗരവന്മാർ കുടുംബസഹിതമായിട്ട് എല്ലാവരും ഭാര്യ മക്കളൊക്കെ ആയിട്ട് ജാതസംഭ്രമാഹ, പരിഭ്രമിച്ചവരായി സംഭ്രമിച്ചവരായി, ജിജീവിഷവഃ, ജീവിച്ചിരിക്കാൻ കൊതിയുള്ളവരായിട്ട്, ജിജീവിഷ ജീവിതുമിച്ഛ, അതുള്ളവൻ ജിജീവിഷു, അതിന്റെ ബഹുവചനം ജിജീവിഷവഃ. അപ്പൊ ജീവിച്ചിരിക്കാൻ കൊതിയുള്ളവരായിട്ട് സലക്ഷ്മണം സാംബം പുരസ്കൃത്യ, ഉടനെ തന്നെ എന്താണ് പ്രതിവിധി എന്ന് അവർ ആലോചിച്ച് തീരുമാനിച്ചു. ഇനിയിപ്പോൾ അനുനയിപ്പിക്കാനൊന്നും സമയമില്ല, ചിലപ്പോ അതിനു മുമ്പേ തന്നെ മറിച്ചിട്ട് കളഞ്ഞാലോ. അപ്പോൾ വേഗം ചെയ്യേണ്ടത് എന്താണ്? ലക്ഷ്മണനെ കാരാഗ്രഹത്തിൽ നിന്ന് സാംബനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. ലക്ഷ്മണ എന്ന കന്യകയെയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഈ വധൂവരന്മാരെ രണ്ടുപേരെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്, അടിയറവ് പറയുകയാണ്. എന്തിനു വേണ്ടി ബലരാമസ്വാമി വന്നുവോ ആ കാര്യം ബലരാമസ്വാമിയുടെ ഒറ്റ ആക്ഷൻ കൊണ്ട് സാധിച്ചു. അതാണ് ലക്ഷ്മണം പുരസ്കൃത്യ സാംബം, സാംബനെയും ലക്ഷ്മണയെ മുൻനിർത്തിക്കൊണ്ട് സലക്ഷ്മണം സാംബം പ്രാഞ്ജലയ, അഞ്ജലി കുപ്പിക്കൊണ്ട് ആ പ്രഭും ശരണം ജഗ്മുഹു എന്നർത്ഥം. പ്രഭുവായ ശക്തനായ ബലരാമസ്വാമിയെ ശരണം പ്രാപിച്ചു എന്നുള്ളതാണ്. ശരണം പ്രാപിച്ച് ഇനി ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ് 5 ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞ് ബലരാമസ്വാമി അവരെ ഹസ്തിനപുരത്തെ മോചിപ്പിക്കുന്നതായിട്ടുള്ള കഥയും, തിരിച്ച് ലക്ഷ്മണ സമേതനായി സാംബനെയും കൂട്ടിക്കൊണ്ട് ബലരാമസ്വാമി ദ്വാരകയിലേക്ക് പോകുന്നതുമായിട്ടുള്ള കഥ 11 ശ്ലോകം കൊണ്ട് നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
ബാക്കി നാളെ കാണാം. ഓക്കെ. ഹരി ഓം, ഹരി ഓം. ഹരി ഓം.